നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA രാഷ്ട്രീയ ജീവിതം തന്നെ ഇരുളിലേക്ക് മൊത്തത്തിൽ മാറുകയാണോ എന്ന് സംശയിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കേസന്വേഷണം നീളുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത് പരാതി നൽകിയ അതിജീവിതയുടെ പരാതിയിന്മേൽ അന്വേഷണം നടത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തെ വിപുലീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ ഒരു വനിതാ IPS ഉദ്യോഗസ്ഥയ്ക്ക് ഇതിൻ്റെ അന്വേഷണ ചുമതല നൽകാനും സർക്കാർ തീരുമാനിച്ചതോടുകൂടി രാഹുൽ കൂടുതൽ വെട്ടിലേക്ക് വീഴുകയാണ് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സെഷൻസ് കോടതി അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചിരുന്നു. രാഹുലിനെ അടുത്ത ഘട്ടമായി ഹൈക്കോടതിയെ സമീപിക്കാം. ഇതിനായി ഒരു മുതിർന്ന അഭിഭാഷകനെ ചുമതലപ്പെടുത്തിയായിട്ടാണ് പറയപ്പെടുന്നത്. ഒരുപക്ഷെ ഹർജി ഇന്ന് തന്നെ സമർപ്പിക്കുകയും ചെയ്യുമായിരിക്കാം. പക്ഷേ അതിനൊക്കെ തന്നെ ഇനിയും സമയമെടുക്കുമെന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്രയും നാളായി രാഹുൽ ഒളിവിൽ കഴിയുകയാണ്. ഒരു പൊതുപ്രവർത്തകനായ MLA ആയ വ്യക്തി കേസിൽ പോലീസിനെ ഭയന്ന് ഒളിവിൽ കഴിയുക എന്നുള്ള ഒരു വളരെ ഭീകരമായൊരവസ്ഥയിലാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ കടന്നു പോകുന്നത്. മാത്രമല്ല അദ്ദേഹത്തെ പാർട്ടി കൈവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഡിസംബർ 4-ാം തീയതി ആയിരുന്നു പാലക്കാട് MLA ആയി രാഹുൽ മാങ്കൂട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് 1 വർഷം തികഞ്ഞത്. അതേ ദിവസം തന്നെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നു എന്നുള്ളത് വളരെ യാദൃച്ഛികമായ ഒരു സംഭവം നടന്നിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ ഏതാണ്ട് തീർത്തും രാഹുൽ മാങ്കൂട്ടത്തിനെ കൈവിട്ട ലക്ഷണമാണ് കാണുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കോടതി ഉത്തരവ് വന്നതിൻ്റെ തൊട്ട് പിന്നാലെ നിമിഷങ്ങൾക്കകം തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനവും വന്നത്. അതിനർത്ഥം നേരത്തെ തന്നെ ഇവർ ഈ തീരുമാനം എടുത്തിരുന്നു. കോടതി ഉത്തരവ് മാത്രം നോക്കി ഇരിക്കുകയായിരുന്നു. കോടതി ഉത്തരവ് വന്നതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും പെട്ട ഒരു MLA ആയിരുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട പദവികളിലിരുന്ന ഒരാളിന് സംഭവിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലുണ്ടായിരിക്കുന്നത്. ഇനി ഹൈക്കോടതിയിൽ പോയെന്നിരിക്കട്ടെ, ഹൈക്കോടതിയിൽ പെട്ടെന്ന് ഈ കേസ് എടുക്കണമെന്നില്ല. അതിന് കൂടുതൽ സമയമെടുക്കുക, എന്തായാലും ഒരാഴ്ചയിൽ കൂടുതൽ സമയമെടുക്കുകയാണെങ്കിൽ അത്രയും നാൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ഒളിവിൽ കഴിയേണ്ടി വരും. ഇതിനിടയിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ തന്നെ കഴിഞ്ഞു പോകും. അത് കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാക്കുന്ന വലിയൊരു ഡാമേജ്. ഇതിൻ്റെ ഭാഗികമായെങ്കിലും ഇതിൻ്റെ ഉത്തരവാദിത്തം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തലയിൽ പതിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇനി എന്തെങ്കിലും കേസിൽ നിന്ന് ഭാവിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റമുക്തനായാൽ പോലും അദ്ദേഹത്തിന് പിന്നെ തിരികെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് വരാൻ കഴിയില്ലെന്നല്ല, ഒരു പാർട്ടിയിലും ചേരാൻ പറ്റാത്തൊരവസ്ഥ വരും. സ്വന്തം രാഷ്ട്രീയ ജീവിതം മാത്രമല്ല, തൻ്റെ സ്വകാര്യ ജീവിതവും കൂടി വല്ലാത്ത ഭീകരമായൊരവസ്ഥയിലേക്ക് എത്തുന്നതായിട്ടാണ് രാഹുലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അന്നത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ പലരും സ്ഥാനാർത്ഥികളായ ഒരു ഘട്ടത്തിൽ, അതായത് ചെറുപ്പക്കാരായ ചാനൽ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നവർ പലരും സ്ഥാനാർത്ഥികളായ ഒരു ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചാനൽ ചർച്ചകളിലൂടെ ഏറെ ശ്രദ്ധേയനാകുന്നത്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ രാഹുൽ ഏറെ ജനശ്രദ്ധ പിടിച്ചു പറ്റുകയും കോൺഗ്രസിലെ മറ്റേത് നേതാവിനെക്കാളും ഗ്ലാമറും അതുപോലെ ആളുകൾക്കിടയിലേക്ക് കടന്നിലതിനൊക്കെ കഴിയുകയും, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായതുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. വ്യാജരേഖകൾ ചമച്ചാണ് സംസ്ഥാന പ്രസിഡൻ്റായതെന്നുള്ള ആരോപണം ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. എങ്കിലും പാർട്ടിയിലെ വലിയൊരു ഭാഗം നേതാക്കൾ രാഹുലിനൊപ്പം നിൽക്കുകയും പാലക്കാട് ഷാഫി പറമ്പിൽ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നതിന് വേണ്ടി രാജിവെച്ച ഒഴിവിലേക്ക് അവിടെ മത്സരിപ്പിക്കുകയും ചെയ്തു. പാലക്കാട്ട് തന്നെ നിരവധി നേതാക്കൾ ഉണ്ടായിരിക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് എന്നുള്ളത് കോൺഗ്രസ് പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിലേറെ പ്രതീക്ഷയോടെ തന്നെ കാണുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറി. എന്നാൽ തന്നിൽ പാർട്ടി അർപ്പിച്ച വിശ്വാസം തീർത്തും ഇല്ലാതാക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് ഒട്ടും ശ്രദ്ധിച്ചിരുന്നില്ല. തനിക്ക് പെട്ടെന്ന് ലഭിച്ച ഈ പ്രശസ്തിയും ഈ ആളുകൾക്കിടയിലെ സ്വീകാര്യതയുമൊക്കെ തന്നെ മോശമായി മാറാൻ ഒരു നിമിഷം മതി എന്നുള്ള സത്യം മാത്രം അദ്ദേഹം മനസ്സിലാക്കിയില്ല. ഇത്തരത്തിലുള്ള നിരവധി സ്ത്രീകളുടെ, സ്വന്തം പാർട്ടിയിലുള്ള സ്ത്രീ നേതാക്കളുടെയൊക്കെ തന്നെ ആരോപണങ്ങളും കൂടി ഇപ്പോൾ ഇതിൻ്റെ പിന്നാലെ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ശരിക്കും വെട്ടിലായ അവസ്ഥയാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ ഉയർന്നിരിക്കുന്ന രണ്ടാമത്തെ ബലാത്സംഗ കേസ് കൂടി സജീവമാകുന്നതോടെ ഈ ആദ്യത്തെ കേസിൽ ഇനി നാളെ ജാമ്യം കിട്ടിയാൽ പോലും രണ്ടാമത്തെ കേസ് വീണ്ടും വരും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. സ്വന്തം പാർട്ടിയിലെ വനിതാ നേതാക്കൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഒരു വശത്തുണ്ട്. നാളെ ആരെങ്കിലും ഇനി കോൺഗ്രസ് പ്രവർത്തകർ ആരെങ്കിലും, കാരണം ഇപ്പോൾ രാഹുൽ കോൺഗ്രസ്സിലില്ല, അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കോൺഗ്രസ് പ്രവർത്തകന്മാർ ഈ രാഹുലിൻ്റെ പേരിൽ പോലീസ് കേസ് കൊടുക്കുകയാണെങ്കിൽ അത് മറ്റൊരു ദുരിതമായി മാറാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഇപ്പോൾ നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, രാഹുൽ പാർട്ടിയിൽ തീർത്തും ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് തന്നെ ചുറ്റും തനിക്ക് സ്തുതിപാടിയവരാരും ഇനി തൻ്റെ ഒപ്പം കാണുകയില്ല എന്നുള്ള ആ ഞെട്ടിപ്പിക്കുന്ന സത്യം രാഹുലിന് നേരത്തെ മനസ്സിലായി കാണും. പക്ഷേ അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നത് നിസ്സഹായനായ ഒരു അവസ്ഥയിൽ തന്നെയാണ്. കാരണം ഇനി ഓരോ കേസുകളും വരുമ്പോൾ അത് കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയുടെ പേരിൽ ഇത്തരത്തിലുള്ള സ്ത്രീപീഡനം, ബലാത്സംഗം, നിർബന്ധിത ഗർഭഛിദ്രം തുടങ്ങിയ ആരോപണങ്ങൾ ഉയരുമ്പോൾ അതിൽ കേസിൽ പ്രതിയാകുമ്പോഴൊക്കെ തന്നെ കേരള ജനത ഒരിക്കലും അത്തരത്തിലുള്ള നേതാക്കന്മാരെ അംഗീകരിക്കാത്ത ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത്. പല രാഷ്ട്രീയ നേതാക്കളുടെയും പേരിലൊക്കെ തന്നെ അഴിമതി ആരോപണങ്ങൾ ഉയർന്നാലും ജനങ്ങൾ അതൊക്കെ ഒരു പരിധിവരെ സഹിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട്, സ്ത്രീ പീഡനം അല്ലെങ്കിൽ നിർബന്ധിത ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്ന ആരോപണങ്ങൾ അവരുടെ രാഷ്ട്രീയ ഭാവി തകർക്കുക തന്നെ ചെയ്യുമെന്ന് പല ഉദാഹരണങ്ങളും
നമുക്ക് മുന്നിലുമുണ്ട്. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ അർഹിക്കുന്നതിനേക്കാളധികം ഹൈപ്പ് അദ്ദേഹത്തിന് നേരത്തെ ലഭിച്ചിരുന്നു. അതുതന്നെ ആയിരിക്കാം ഒരുപക്ഷെ വലിയ തോതിലുള്ള തിരിച്ചടിയായി മാറിയത്. ഇതെല്ലാം തന്നെ എക്കാലത്തും തനിക്കൊപ്പം നിൽക്കും എന്ന് രാഹുൽ തെറ്റിദ്ധരിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. എന്നാൽ ഒരു അബദ്ധം പറ്റിയാൽ, അത് പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസ് പാർട്ടിയിൽ പ്രത്യേകിച്ചും, അവിടെ ആർക്കെങ്കിലും ഉയർന്നു വരുന്ന നേതാവിന് ഒരു ജീവിതത്തിലൊരു താളപ്പിഴ ഉണ്ടായാൽ പിന്നെ എല്ലാവരും ചേർന്ന് അയാളെ ഒറ്റപ്പെടുത്തി ചവിട്ടിക്കൂട്ടുന്നതാണ് സാധാരണ അവിടുത്തെ രീതി. എന്നാൽ CPM-ലാകട്ടെ ഇതുപോലെയോ അല്ലെങ്കിൽ ഇതിനേക്കാളുമൊക്കെ തന്നെ ഗുരുതരമായ സ്ത്രീ പീഡനങ്ങൾ നടത്തിയ എത്ര നേതാക്കന്മാർ ഇപ്പോഴും അവിടെ സുഖമായി കഴിയുന്നു. അവർക്ക് യാതൊരു തരത്തിലുള്ള പാർട്ടി നടപടി നേരിടേണ്ടി വന്നിട്ടില്ല. ചില നേതാക്കളുടെ പേരിൽ നേരത്തെ നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ തന്നെ പിൻവലിക്കാനും പാർട്ടി അന്ന് തയ്യാറായിരുന്നു. പക്ഷേ രാഹുലിൻ്റെ കാര്യം അങ്ങനെയല്ല. രാഹുൽ വല്ലാതെ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. രാഹുലിനെ പുറത്താക്കണമെന്ന് VM സുധീരനും മുരളീധരനും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ നിരന്തരമായി ആവശ്യപ്പെട്ടൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ പാർട്ടി അണികളുമൊക്കെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ പാർട്ടിയിലെ സാധാരണ താഴെത്തട്ടുള്ള അണികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കുന്ന ഒരു സ്ഥാനമാണ് ഒരു പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ ഒരു മുനിസിപ്പൽ കൗൺസിലറോ ഒക്കെ തന്നെ ആകുന്നത്. ആ അവസരം ഇല്ലാതാക്കിയ വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് അവർ പലരും ഇപ്പോൾ പരസ്യമായി പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കൾ നേരിട്ടിരുന്ന വലിയൊരു പ്രതിസന്ധിയും ഇതുതന്നെയായിരുന്നു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിന് പിടികൊടുക്കുമോ എന്നുള്ള കാര്യം ഇനിയും ഉറപ്പില്ല. കാരണം അദ്ദേഹം അപ്പീലുമായി ഹൈക്കോടതി സമീപിക്കുകയാണെങ്കിൽ പിന്നെ പിടികൊടുക്കാനുള്ള സാധ്യതയില്ല. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിൻ്റെ പിടിയിലാവുകയാണെങ്കിൽ പിന്നെ മുൻകൂർ ജാമ്യത്തിൻ്റെ പ്രസക്തിയില്ല. ഈ കേസുകൾ ഒന്നിനു പുറകെ ഒന്നായി അദ്ദേഹത്തിൻ്റെ പിന്നാലെ വരും. അങ്ങനെ ഒരുപാട് കാലം ജയിലിൽ കിടക്കേണ്ടി വരികയും പിന്നീട് കോടതി കയറി ഇറങ്ങിയൊക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെത്തുമ്പോൾ നമ്മൾ കാണുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഉയർന്ന് അതേ വേഗതയിൽ താഴേക്ക് പതിച്ച ഒരു യുവ നേതാവിനെയാണ്. ഇത്രയും കുറഞ്ഞ പ്രായത്തിൽ ഇത്രയും പ്രശസ്തിയും അതുപോലെ ഇത്രയും കുപ്രസിദ്ധിയും പേരുദോഷവുമൊക്കെ തന്നെ കേൾപ്പിക്കേണ്ടി വന്ന മറ്റൊരു നേതാവ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് വേണം കരുതാൻ. ഏതായാലും മുന്നോട്ട് നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാഷ്ട്രീയ ഭാവി ഇരുളടഞ്ഞത് തന്നെയാണ്.